പ്രിയമുള്ളവരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഞാൻ ഒരു ഓട്ടോ തൊഴിലാളിയാണ്. ഒരു ദിവസം ഓട്ടം കാത്ത് കിടക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടന് ആക്സിഡൻറ്റ് പറ്റുകയും പെട്ടെന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഏകദേശം ഒരു 12:45 ആ സമയമായിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴി എൻ്റെ കയ്യിലാണെങ്കിൽ മൊത്തം 300 രൂപയേ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴി ആ 300 രൂപയ്ക്ക് ഡീസൽ അടിച്ചു. അതിനുശേഷം നേരെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചെന്നു. അപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചെന്ന ഉടനെ ഇവരെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി. അപ്പോൾ ഇവരുടെ കയ്യിൽ പൈസ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ആ ചേട്ടൻ്റെ മോളും വൈഫുമാണ് കൂട്ടത്തിൽ വന്നിരിക്കുന്നത്. ഇവർ നേരെ അകത്തോട്ട് കയറി. ഞാനും കൂടി ചെന്ന് കാഷ്വാലിറ്റിയിലേക്ക് കയറിയതിന് ശേഷം അപ്പോൾ പറഞ്ഞു പൊക്കിയോളൂ, എന്നോട് പറഞ്ഞു പൊക്കിയോളാൻ പറഞ്ഞു. ഇപ്പോൾ പൈസ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, കാര്യം ആക്സിഡൻ്റ് ആയത് കാരണം അവർ പെട്ടെന്ന് പോകുന്നതാണ്. അപ്പോൾ കൂട്ടത്തിൽ അവരുടെ ആൾക്കാരൊക്കെ പുറകെ വണ്ടിയിൽ വരുന്നുണ്ട്, അവരാണ് പൈസ കൊണ്ടുവരുന്നത്. അപ്പം എന്നോട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഏകദേശം ഒരു 2 മണിയോട് അടുത്തായി. അപ്പം എനിക്കാണെങ്കിൽ വിശക്കുന്നുമുണ്ട്. ഞാൻ ആകപ്പാടെ ഒരു വല്ലാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 300 രൂപ എടുത്ത് ഡീസൽ പിടിച്ച് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് നേരെ പോരാന്നുള്ള ധാരണയിൽ നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പം നോക്കുമ്പോഴത്തേക്കും ഡിവൈഎഫ്ഐയുടെ ഒരു ഹൃദയപൂർവ്വം പരിപാടിയിൽ അവർ ഊണ് കൊടുക്കുന്ന സ്ഥലം കണ്ടു. നേരെ ഞാൻ അങ്ങോട്ട് ഓട്ടോ കൊണ്ടുചെന്ന് അവിടെ ഒരു സൈഡിൽ ഒതുക്കി. അപ്പോൾ അവർ കൊടുത്ത് തീർന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊടുത്ത് തീർന്നു. ഞാൻ ചെന്നേച്ചും പറഞ്ഞു എനിക്കൊരു പൊതി ചോറ് തരുമോ എന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞ് അതിനെന്താ തരാമെന്ന് പറഞ്ഞ് നേരെ അകത്ത് പോയി, അവരുടെ വണ്ടിയുടെ അകത്ത് പോയി നേരെ ഒരു കിറ്റ് ഉണ്ടായിരുന്നു. ആ കിറ്റിൻ്റെ അകത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്ന് എനിക്കൊരു പൊതി ചോറ് തന്നു. ഞാൻ അങ്ങോട്ട് വണ്ടി മാറ്റിയിട്ടിട്ട് ഞാൻ കഴിച്ചതിന് ശേഷം എന്നിട്ട് അവർ പോകുന്നില്ലായിരുന്നു. അവിടെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ അവിടെ തന്നെ ഇപ്പം ഉണ്ടായിരുന്നു. നേരെ അവർ അടുത്ത് ചെന്നു. അപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ സ്ഥലമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ അമ്പലപ്പുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ പൊതിയാണ്. ഇതുപോലെ ആലപ്പുഴ ജില്ലയിലെ എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളിലും ഇതുപോലെ പൊതിച്ചോറ് കൊണ്ടുവരുന്നുണ്ട്. ആ പൊതിച്ചോറാണ് എല്ലാ ദിവസവും ഓരോ കമ്മിറ്റികൾ അവിടെ കൊണ്ടുവരുന്നത്, വണ്ടാനത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അപ്പം നിങ്ങളിത് എങ്ങനെയാണ് തയ്യാറാക്കുകയും കൊണ്ടുവരികയൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കമ്മിറ്റിക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കമ്മിറ്റി ഒരാഴ്ചക്ക് മുമ്പ് എല്ലാ വീടുകളിലും പോയി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രാം തീയതി ഞങ്ങൾക്ക് പൊതിച്ചോറ് കൊടുക്കണം, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് അവരോട് പറയുകയും ചെയ്യും. അപ്പോൾ അവർ അതിൻ്റെ ഈ പോകുന്നതിൻ്റെ തലേ ദിവസം ഒന്നുകൂടി പറയും. ഒന്നുകൂടി അവർ വീട്ടുകാരോട് ഒന്നുകൂടി പറഞ്ഞിട്ട് പൊതിച്ചോറ് തരാൻ പറയും. അങ്ങനെ അന്നത്തെ ദിവസം അവർ എല്ലാ വീട്ടമ്മമാരും വീട്ടിലെ അംഗങ്ങളെല്ലാവരും സഹായിച്ചുകൊണ്ട് ആ പൊതിച്ചോറ് റെഡിയാക്കി വെക്കും. എന്നിട്ട് ഈ ഡിവൈഎഫ്ഐയുടെ വാളണ്ടിയർമാർ വന്ന് ആ പൊതിച്ചോറ് എടുത്തുകൊണ്ട് പോയി നേരെ ഒരു വാഹനത്തിൽ, അവർ ഡിവൈഎഫ്ഐയുടെ ചുമതലയുള്ള ആ കമ്മിറ്റികളുടെ ഒരു വാഹനം ഉണ്ടാവും, ഒരു വലിയ വാഹനം തന്നെയാണ്. ആ വാഹനത്തിൽ നേരെ കൊണ്ടുപോകും. അപ്പോൾ ഏകദേശം ഒരു 10,000-3000 മേകളിൽ പൊതിച്ചോറ് ഡെയിലി കൊടുക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നേരെ അവിടെ കൊണ്ടുവന്ന് അങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണിത്, ഹൃദയപൂർവ്വം പരിപാടി. എന്നിട്ട് അവരുടെ ഒരു ആപ്തവാക്യമുണ്ട്. അവരുടെ ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: വയറെരിയുന്നവരുടെ മിഴി നിറയായിരിക്കാൻ എന്നാണ് അവരുടെ ആപ്തവാക്യം. വയറെരിയുന്നവരുടെ മിഴി നിറയായിരിക്കാൻ. സൂപ്പർ ആപ്തവാക്യമാണ്. ശരിക്കും അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനിയും ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം. സമൂഹത്തിൽ ഈ എതിരാളികൾ പലരും അവരുടെ അഭിപ്രായം ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ഈ പൊതിച്ചോറ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വല്ല പ്രയോജനമുണ്ടോ? ഇപ്പം ഈ അടുത്തിടെയാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തോറ്റുപോയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കാറുണ്ട്. പക്ഷേ അവർ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക.
ഈ പൊതിച്ചോറിനായിട്ട് നിങ്ങളുടെ വീടുകളിൽ എത്തുകയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, പൊതിച്ചോറ് കൊടുക്കുക. അത് ഒരാളുടെ ജീവിതത്തിൽ കണ്ണീര് തുടയ്ക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.